അല്പസമയത്തിനകം തന്നെ ഈ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിലെ അന്വേഷണ സംഘം ആലത്തൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. ഈ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ കേസിൽ ഏക പ്രതി ചെന്താമര മാത്രമാണെന്നാണ് ഈ കുറ്റപത്രത്തിൽ ഉള്ളത്. 500 പേജിലധികമുള്ള കുറ്റപത്രമാണ് അല്പസമയത്തിനകം തന്നെ അന്വേഷണ സംഘം ആലത്തൂർ കോടതിയിൽ സമർപ്പിക്കുക. 30-ലധികം ഈ ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ അതിലുണ്ട്. 133 സാക്ഷികളുണ്ട് ഈ കേസിലെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ സുധാകരന്റെ അമ്മ ലക്ഷ്മിയെ കൊലപ്പെടുത്തുന്നത് നേരിട്ട് കണ്ട ദൃക്സാക്ഷി ഉൾപ്പെടെ പോലീസുകാരുൾപ്പെടെയാണ് ഈ 133 ദൃക്സാക്ഷികൾ ഈ കേസിലുള്ളത്. ഏതായാലും ഈ കൊലപാതകം നടന്ന് 58-ാം ദിവസമാണ് ഇത്തരത്തിലൊരു കുറ്റപത്രം അന്വേഷണ സംഘം അതിവേഗം തന്നെ ആലത്തൂർ കോടതിയിൽ സമർപ്പിക്കുന്നത്. ഈ സമയത്ത് ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നത് ഈ ചെന്താമരയുടെ ക്രൂരമായിട്ടുള്ള ഈ കൊലപാതകത്തിൽ മരിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുള്ള സുധാകരന്റെ മക്കളാണ്. പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കണം എന്നുള്ള. അതെ, എന്തായാലും അയാൾക്ക് നല്ലപോലെ ശിക്ഷ കൊടുക്കണം. ഇനി അയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ജീവൻ എന്തായാലും പോവുകയുള്ളൂ. അതുകൊണ്ട് പരമാവധി അയാൾക്ക് ശിക്ഷ കൊടുക്കണം. ഇയാൾക്ക് വധശിക്ഷ തന്നെ വേണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേരെ കൊന്നിരിക്കുന്നത്. ഞങ്ങളുടെ താങ്ങും തണലും ഇല്ലാതാക്കി അയാളെ വെറുതെ വിടരുത്, തൂക്കുകയറന്നെ കൊടുക്കണം. അമ്മയ്ക്ക് നേരെ ഉണ്ടായിരുന്ന ആക്രമണത്തിൽ കൃത്യമായി നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ അച്ഛനെങ്കിലും ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ്. അതെ, അന്ന് പോലീസുകാർ വേണ്ട ഇടപെടലുകൾ എടുത്താണെങ്കിൽ ഇന്ന് അച്ഛനെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പൊ അച്ഛനും ഇല്ല. അപ്പൊ അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. ഇനി ഇതേപോലെ കേരളത്തിൽ നടക്കാതിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരാൾക്കെങ്കിലും നല്ല പോലെ കടുത്ത ശിക്ഷ കൊടുത്താലേ കേരളം ഇത്തിരിയെങ്കിലും പഠിക്കുകയുള്ളൂ. അപ്പം ഒരാൾക്കെങ്കിലും നല്ലപോലെ ശിക്ഷ കൊടുക്കണം. ഇപ്പോൾ പോലീസ് പറയുന്നത് ഈ ചെന്താമരയെ പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പോലീസ് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. പെട്ടെന്ന് വിധി വരാനും എല്ലാത്തിനും അവർ ശ്രമിക്കുന്നുണ്ട്. എല്ലാം പെട്ടെന്ന് ആക്കാൻ വേണ്ടി അവരിപ്പോൾ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചില രീതിയിലുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നല്ലോ നേരത്തെ, അതെന്തെങ്കിലും നടപ്പായി എന്ന് മനസ്സിലാക്കുന്നു? ഇതുവരെ ഒന്നുമേ ഇതാക്കിയിട്ടില്ല. അവർ അന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ അവരിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അന്വേഷിക്കാൻ നോക്കാന്ന് തന്നെ പറയുന്നുള്ളത്. വേറെ ഒന്നുമേ കിട്ടിയിട്ടില്ല. അതുലേക്കല്ലേ നേരത്തെ ജോലി നൽകാൻ? അതെ. അതിനുശേഷം അവർ വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നു. നഴ്സിംഗ് ജോലി നൽകാമെന്ന് ജില്ലയിൽ നഴ്സിംഗ് ജോലി നൽകാമെന്നായിരുന്നു പറഞ്ഞത്. അതിനുശേഷം ഒന്നുമേ ഉണ്ടായിട്ടില്ല. ആരോഗ്യമന്ത്രിക്ക് ഇടപെട്ടിട്ടായിരുന്നു. അതെ. ചെന്നിത്തല അവരെല്ലാവരും വന്നിട്ട് സാറെല്ലാവരും വന്നിട്ട് സംസാരിക്കുകയുണ്ടായി. അതിനുശേഷം ഒന്നും ഉണ്ടായിട്ടില്ല. കോണ്ടാക്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും ഇനിയിപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഏതായാലും ഈ വിഷയത്തിൽ ഇയാൾക്ക് പരമാവധി ശിക്ഷ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ്. അതെ, നല്ലപോലെ അയാൾക്ക് ശിക്ഷ കൊടുക്കണം. പോലീസുകാരും അതിന് വേണ്ട നടപടികളൊക്കെ എല്ലാം ആയിട്ടുണ്ട്. ഇനി കോടതിയുടെ കയ്യിലാണ് എല്ലാം. ചില ആൾക്കാരൊക്കെ ഈ മൊഴി നൽകാനൊരു ഭയം കാണിക്കുന്നുണ്ട്. അവിടെ തന്നെ ഈ ബോയ് നഗറിലുള്ള ആളുകൾ തന്നെ ചില ഭയം കാണിച്ചു എന്ന് പറയുന്നത്. ഇനി അയാൾ എങ്ങാനും ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ജീവനും പോകും. അതുകൊണ്ടായിരിക്കും അവരിതാക്കാൻ അതായത് അവർക്കും ജീവിക്കണമല്ലോ. അതുകൊണ്ട് മാത്രമാണ് അവർ പിന്മാറിയിരിക്കുന്നത്. ഒന്നാമത് അമ്മയുടെ കേസിൽ തന്നെ കുറേ റൂൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വിടില്ല, പുറത്ത് വിടില്ല എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം അയാളെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും അച്ഛനെയും അച്ഛമ്മനെയും ഇതാക്കിയിട്ട് പോയി. അതുകൊണ്ട് മാത്രമാണ് നാട്ടുകാർ പിന്മാറിയിരിക്കുന്നത്. ഇതിനിടയിലാണ് ചെന്താമര ജാമ്യം തേടി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ജാമ്യ ഹർജി വീണ്ടും നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ വക്കീലും പോലീസുകാരും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അയാൾക്ക് തൂക്കുകയർ തന്നെ കൊടുക്കുന്നതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഇനി ജാമ്യത്തിൽ ഇറക്കില്ല എന്നൊക്കെ പോലീസുകാർ പറയുന്നുണ്ട്. ഇനി എന്താണെന്ന് അറിയില്ല. ഇനി ആ വിധി വരുന്നവരെ നമുക്ക് പുറത്തിറങ്ങാനും പേടി തന്നെയാണ്. ഇനി എവിടെ നിന്ന് എങ്ങനെ വരുമെന്ന് നമുക്ക് അറിയില്ല. നാട്ടുകാർക്കാണെങ്കിലും അതൊക്കെ തന്നെ. അതുകൊണ്ടായിരിക്കും അവർ മൊഴി നൽകാനും കൂടി പേടിക്കുന്നത്. പ്രതിക്ക് പരമാവധി ശിക്ഷകൾ നൽകുന്നതിനോടൊപ്പം തന്നെ തങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള സഹായങ്ങൾ സർക്കാർ നൽകണമെന്നാണ് പറയുന്നത്. അതെ, നമുക്ക് ഇനി ജീവിക്കണ്ടേ. അന്ന് പോലീസുകാർ നേരെ എടുത്താണെങ്കിൽ ഇപ്പം അച്ഛനെങ്കിലും കൂടെ ഉണ്ടാവുമായിരുന്നു. ഇനി ഞങ്ങൾ എന്ത് ചെയ്യുന്ന അറിയില്ല. ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് അമ്മൻ്റെ വീട്ടിൽ. അവർക്കും വയസ്സായി. അവരും ഇനി എത്ര ഇതാവുമെന്ന് അറിയില്ല. അവരിനെ എത്ര കഷ്ടപ്പെടുത്തണം. പറ്റണത്ര അവരിനെ കൊണ്ട് സർക്കാരിനെ സഹായിക്കാൻ പറ്റും. അങ്ങനെ സഹായിക്കണം. അത്രേ ഉള്ളൂ. ചേച്ചിക്ക് ജോലി നൽകാന്ന് പറഞ്ഞാൽ ജോലി നൽകി കഴിഞ്ഞാൽ അവളെങ്കിലും നമ്മളെ നോക്കുന്ന ഒരു ഇതുണ്ട്. ഇനിയിപ്പോൾ എന്താവെന്ന് അറിയില്ല. ഏതായാലും സുധാകരൻ്റെ മക്കളായിട്ടുള്ള അഖിലയും അതുല്യയുമാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നു. ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷ ലഭിക്കണം. അതിനോടൊപ്പം തന്നെ നേരത്തെ അതുല്യയ്ക്ക് സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുള്ള നഴ്സിംഗ് ജോലി അത് നൽകണം. കാരണം ആ കുടുംബത്തിന് നിലവിൽ ആരും തന്നെ ഒരു അത്താണിയായി ഇല്ല. 2019 സജിത അവരുടെ അമ്മ കൊല്ലപ്പെടുന്നു. അതിനുശേഷം ആ കേസിൽ ജാമ്യത്തിലിറങ്ങി പോലീസിനെ എല്ലാം വെട്ടിച്ചുകൊണ്ട് ചെന്താമര വീണ്ടും അതേ സ്ഥലത്തേക്ക് എത്തിയാണ് അവരുടെ അച്ഛനെ കൊലപ്പെടുത്തുന്നത്, അച്ഛൻ്റെ അമ്മയെ കൊലപ്പെടുത്തുന്നത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷ നൽകുന്നതിനോടൊപ്പം തന്നെ പോലീസ് വീഴ്ചയിൽ ഉണ്ടായിരുന്ന അത്തരത്തിലൊരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള സഹായങ്ങൾ സർക്കാർ നൽകണം, തങ്ങളെ സർക്കാർ സംരക്ഷിക്കണമെന്നുള്ള കാര്യമാണ് സുധാകരൻ്റെ മക്കളായിട്ടുള്ള അഖിലയും അതുല്യയും വ്യക്തമാക്കുന്നത്.